4.5 കിലോ 4.5 കിലോ മീൻ ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആയുർവേദത്തിന് എന്തോ മരുന്നിനൊക്കെ നല്ലതാണ്, ശ്വാസമുട്ടിനൊക്കെ നല്ലതാണെന്നുള്ള 1 കിലോ. എന്നാ ഇതാ നീ കൈ ഒന്ന് പിടിച്ചേ. അത് ചങ്ങായി പറയാം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മീനും പിടിക്കാൻ വേണ്ടി വന്നേക്കണം. നമ്മൾ ഓൾറെഡി ചെല്ലാനത്തുനിന്ന് മീനെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മീൻ നമുക്ക് ചെല്ലാനത്തുനിന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ കൂടെ നമ്മുടെ എൽദോസുമാനുണ്ട്, പിന്നെ ഉല്ലാസ് അവിടെ നിന്ന് പുള്ളി സെറ്റ് ചെയ്തിട്ടേക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ചെല്ലാനത്തുനിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ നമ്മൾ എവിടെയാണെന്നുള്ള കാര്യം പറയാനുള്ള, ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള ഏരിയ ആണ് കേട്ടോ. ഒരു പാലത്തിൻ്റെ അടിയിലാണ് കണ്ടോ. അപ്പോൾ ഇവിടെ വരാറുള്ളവർക്ക് അറിയാം ഇവിടെ എത്തിപ്പെടണം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളത് പറയല്ല, കാരണം ഇച്ചിരി റിസ്ക്കാണ് ഇവിടെ വരാനായിട്ട്. ഏതാ ലൊക്കേഷൻ എന്ന് പറയണില്ല. 6 മണി വരെയൊക്കെ 6 മണി 7 മണി വരെ ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാണ് പല്ലനെ പിടിക്കാനായിട്ട്. അപ്പോൾ ബെയ്റ്റായിട്ട് നമ്മളതിൽ ചെമ്മീനുണ്ട്, അതേപോലെ തന്നെ ചാളയൊക്കെ ഉണ്ട്. സെറ്റ് ചെയ്തത് ഉല്ലാസം അവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ നമുക്ക് 2 പേർക്കും കൂടെ, എനിക്ക് എല്ലാ ദിവസവും കൂടെ ചൂണ്ട സെറ്റ് ചെയ്തിട്ട് ഇടണം. 2 ചൂണ്ടയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മീൻ കിട്ടുവാണെങ്കിൽ ആ വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ചെല്ലാനത്തുനിന്നുള്ള ഫിഷിങ്ങും ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യേ. അപ്പോൾ നമ്മൾ ചാള കട്ട് ചെയ്തിട്ട് അങ്ങ് ഇടാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹുക്ക് സെറ്റപ്പ് ചെയ്തേക്കണത് ഈ ഒരു സെറ്റപ്പിലാണ് ഹുക്ക് അടിച്ചതാണ്. 2 ഹുക്ക് വെയിറ്റ് ഇട്ടിട്ടാട്ടോ അടിച്ചാണ്. അപ്പോൾ ഇനി പല്ലനെ കിട്ടുമല്ലോ എന്നുള്ള കാര്യം നോക്കാം. പല്ലനാണോ കൂരിയാണോ എന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിരിക്കും. ഓക്കെ, നല്ല നെയ്യുള്ള ചാളയാട്ടോ. കൂരി കേട്ടോ, കൂരി അല്ല വലുതൊരു കൂരി, അടിപൊളി. ഓക്കെ, കൂരി എടുക്കണം കേട്ടോ. കൂരി എടുക്കാനായിട്ട് റിസ്ക്കാണ്. ഇവിടെ കൊണ്ടാൽ പണി വാലും വെള്ളത്തിൽ കിട്ടും. ഓക്കെ, ഓ അത് വിഴുങ്ങി നന്നാക്കി കയറ്റിപ്പോയി. ഇത് കണ്ടോ, എന്ത് ചെയ്യും എൻ്റെ മോനെ. ഒരെടുക്കൽ ഇച്ചിരി പണി. കട്ട് ചെയ്താലോ, കട്ട് ചെയ്യൽ മാത്രമേ മാർഗമുള്ളൂ. എൻ്റെ ഉള്ളത് ഹെവി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാണ് കാരണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ടോ പറ്റുള്ളൂ. കട്ട് ചെയ്താലോ. കൊടുത്ത അതിൻ്റെ ഉള്ളിൽ നീ കറി വയ്ക്കണ സമയത്ത് കൊടുത്തവരെ എടുക്കുക, അല്ലാണ്ട് വേറെ മാർഗമില്ല. എവിടെ ചന്തി ചെയ്തല്ലോ. ഓക്കെ, നമ്മുടെ ഉല്ലാസ് ബ്രോ ഒന്ന് എറിയാനായിട്ടുള്ള സെറ്റപ്പിലാണ്. നമ്മൾ ചൂണ്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ആ ഒരു പായൽ പോണതിൻ്റെ ആ റേഞ്ചിൽ എത്തണം കേട്ടോ പുള്ളി. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് എറിഞ്ഞിടാനുള്ള പരിപാടിയാണ്. ഇത്ര റിസ്ക്കൊക്കെ എടുത്ത് എറിയണോ മച്ചാനെ? നമ്മുടെ ചൂണ്ടയിൽ പറഞ്ഞ് അടിക്കുന്നുണ്ട്, കൊത്തുണ്ട് കേട്ടോ. അടിച്ചിട്ടുണ്ട് മച്ചാനെ, മക്കളെ അടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. സോറി ഗായ്സ്, മീനില്ല. ആ ചാള അവിടെ റീല് യൂസ് ചെയ്തിട്ടുണ്ടേ, പക്ഷേ ഡ്രാഗ് ലൂസ് ചെയ്ത് സംഭവം ഇട്ടേക്കുവാണ്. ഇനിയിപ്പോൾ അടിക്കുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താന്ന് നോക്കട്ടെ. കോഴിയായിരിക്കും. കൂരി, ഓ നല്ല സൈസ് ഒരു കൂരി കേട്ടോ.
നല്ല അടിപൊളി ഒരു കൂരി. അതാണ് വേണ്ടത്. ഓ സൈസ് ഉണ്ടോ? നല്ല എളുപ്പമുണ്ട് കേട്ടോ. ആ കഴിയാം. ഓ പൊട്ടിയോ? ആവോ പോരാ, അത് നമുക്ക് വേറെ സെറ്റപ്പ് ചെയ്യാം. കൊത്തുണ്ട് ഇതിനകത്ത്. ഓ മറ്റേ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചോ. രണ്ട് ഹൂക്കുണ്ട്. ഇല്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ. അവിടെ എന്തോസിനും അടിച്ച് ഇവിടെ എനിക്ക് അടിച്ചിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല. എന്താ അതും കൂരിയാണോ? എനിക്ക് കൊത്തിയിട്ടുണ്ടോ ഗൈസ്? എനിക്ക് പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്തായാലും അടുത്ത കൂരി. ഇപ്പം തന്നെ അരക്കിലൊക്കെ ഫുള്ളായി തോന്നുന്നു. 3 കൂരി കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അതും നല്ല അത്യാവശ്യം ഹെവി കൂരിയാ. എൻ്റെ മച്ചാനെ എന്ത് സാധനം കൂരി അടിക്കുള്ളൂ. അയ്യോ ചെകിളക്ക് ചെകിളയിലട്ടോ, വായിലല്ല കയറിയാണ്. വായിലല്ല കയറിയാണ്. ചെകിള കയറിപ്പോയി. എനിക്ക് അതിന് ഊരണം. ഊരുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് തന്നെയാണ്. ഇടക്കലെ കാം ഡൗൺ കരയല്ലേ? ആ ഓക്കെ. ആ നല്ല കരച്ചിലാണ്. ആ സോറി. നാച്ചറയോ എൻ്റെ പൊന്നടാ, അത് തീർന്നിട്ടേ പോയില്ലേ. ഒരു തവണ അവൻ്റെ കയ്യിൽ പോയിട്ട് ഞാൻ അവനോട് പറയാം, എടാ ഇതൊക്കെ നോക്കി എടുക്കണ്ടേന്നും പറഞ്ഞ് ഞാൻ അവന് എൻ്റെ കയ്യിലേക്ക് കൊണ്ട്. ആ ഏതോ ഒരു നായിൻ്റെ വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ പ്രശ്നം. നൈസാണ് കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കുരുകളായിട്ടെല്ലാം തന്നെ കിട്ടിയാണേ. അപ്പം അടുത്ത് ഏറി കേട്ടോ. അതെ, ഇതെന്താ സംഭവം എന്നറിയോ? ചൂണ്ടയ്ക്ക് ലെങ്ത്ത് 9 ഫീറ്റ് ആയതുകൊണ്ട് 9 ഫീറ്റ് ആയതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ അടുത്ത് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് അടിക്കുമ്പോൾ ഇവിടെ കൂടെ കൊടുക്കാം. അടുത്ത സാമാനം അടിച്ചും കേട്ടോ. കൂരിയായിരിക്കും. കൂരി അടുത്ത കൂരി. ഇന്ന് കൂരിയുടെ കളയാട്ടോ, കൂരിയുടെ കള. എടാ മുകളിൽ നോക്കിട്ടോ. അവൻ എൽദോസ് മോനെ ഒരെണ്ണത്തിന് അടിച്ചിട്ടുണ്ട്, വലിച്ചു കയറ്റുവാണ്. കുരി കണ്ടാ? മേളിൽ നോക്കും, മേളിൽ കൂരി കൂരിക്കറി കൂട്ടാ. അടുത്ത കൂരിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ കൊത്ത് എടുത്തോ, പൊക്കിക്കോ, കുഴപ്പമില്ല. അടുത്ത കൂരി ചുറ്റിപ്പോയി തോന്നുന്നല്ലേ. കിട്ടണ കൂരിയൊക്കെ നല്ല വലിപ്പമുള്ള കേട്ടോ അല്ലേ? എന്താ തോന്നുന്നു കേട്ടോ ഗൈസ്. കൂരി ഗായ്സ്, കൂരി ഗായ്സ്, കൂരി പുഴുക്ക്. പോരട്ടെ കൂരി പോരട്ടെ. എത്ര ലോഡോ കൂരിയ. ആ ഡ്രാഗൊക്കെ ടൈറ്റ് ചെയ്തിട്ട് ഇതാക്കണു.
അപ്പോൾ ചങ്ങായിമാരെ, അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് കൂരിപ്പുഴുക്കാണ് കേട്ടോ വയ്ക്കുന്നത്. ഇതുണ്ട് കൂര് തന്നെ, കൂരിപ്പുഴുക്ക്. ഓ ഹെവി ഹെവി ഹെവി. ആ ഇത് തന്നെ ഒരു 3/4 കിലോ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 1 കിലോ. എന്നാ ഇതാ നീ കൈ ഒന്ന് പിടിച്ചേ. അപ്പൊ ചങ്ങായിമാർ ഇന്നപ്പം കൂരിയുടെ പുഴുക്ക് വീട്ടിൽ ചെന്നിട്ട് നിറച്ച് കൂരിയാണ്. കൂരി മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ആ മോത ഗായ്സ്, ഒരു മോദനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കുള്ള കളകളയാണ്. നല്ലതാണോ? ഇതെന്താ ചെയ്യാൻ പറ്റണേ? അതെ, സാധാരണ ആയുർവേദത്തിന് എന്തോ മരുന്നിനൊക്കെ നല്ലതാണ്, ശ്വാസമുട്ടിനൊക്കെ നല്ലതാണെന്നുള്ള തൊലി പൊളിച്ച് വറുത്തയച്ച സെറ്റായിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, കിട്ടിയോ? ആ കേട്ടാ എന്നെ നമ്മുടെ എൽദോസ് ഓർമ്മത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. എടാ എൻ്റെ മൊബൈല്. ആ കൊള്ളാൻ മോനെ, പൊളി പൊളി പൊളി. അത് നമ്മുടെ വില്ലേജ് മോനെ കോറാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് അടിച്ചടിയാ. ആ വലുതാണല്ലോ. ഒരടി ഉണ്ടോ? അവ കുളത്തിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അതിന്റെ ബ്രേഡിൽ കയറി പിടിച്ചു. ബ്രേഡ് അത്ര സ്ട്രോങ് ആയ കാരണം കയറി പോകുന്ന കേട്ടോ. ആ കളറ് കണ്ട് പിടിച്ചാൽ വെള്ള കളറ്. ആരുടെ ചൂണ്ടേ കുഴിയുണ്ട്. ഒരു കുളത്ത് കുഴിക്കണം. ഒരു കുളത്തും കൂടെ കുഴിയുണ്ട്. ആരെ പൊട്ടിച്ചോണ്ട് പോയതാണ്. ഒരാളുടെ കുളത്ത് കിട്ടി മതി. ലാബി ഉള്ള അടിപൊളി. എന്നെ ഒരിക്കത് ഞാൻ അത് ഊരിയെടുക്കലല്ലേ പാട്. അപ്പം നമുക്കേ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം അത് ആ കല്ലിൻ്റെ ഇടയിലേക്ക് ആടിപ്പോയി. അപ്പം നമ്മുടെ ഉല്ലാസ് ബ്രോ അത് എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത് മീനേട്ടോ. വേറെ വന്നുണ്ടേ, നോക്കിക്ക്. അത് കയറും, അത് കയറും. ഏ ഒരു കാര്യം ഇങ്ങനെ അടിച്ച് ഇറങ്ങി. ഇങ്ങനെ എടാ ഹലോ സേ, ഹലോ സേ. എടാ കിട്ടിയാ? എടാ കിട്ടി ഗായ്സ്. കിട്ടിയോ? നമുക്ക് പോയ മീൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിട്ടു കൊടുക്കില്ല. തോൽക്കാൻ മനസ്സില്ലാത്ത കേട്ടോ. പിന്നെ വേറെ എന്താ നിങ്ങൾ തന്നെ പറഞ്ഞു. നമുക്കറിയില്ല. മീനാണ് വെള്ളത്തിലിട്ട പോട്ടെ. ഓക്കെ, അപ്പൊ അതിനെ പിടിച്ചിട്ടുണ്ട്. വറ്റാണോ? ആ വറ്റ. ഒരു വറ്റ കുഞ്ഞിനെ അടിച്ചിട്ടുണ്ട്. ഉല്ലാസ് ബ്രോ കേട്ടോ കിട്ടണേ. ഇന്നത്തെ കഥാനായകൻ ഉല്ലാസ് ബ്രോ. രണ്ടായിരിക്കും. ശ്രദ്ധിക്കണ്ടേ? കാണിച്ചേ. ഊരിയോ? കുളത്താണോ? ഞാൻ ഞണ്ടിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആഗ്രഹമുണ്ടമ്മനെ കാലേ കയറി പിടിക്കരുത് കേട്ടാ. കാലയിൽ ഊര്. കാരണത്തിട്ട് വള്ളിയാവും. കെട്ടാൻ ചാടാൻ നിൽക്കണ്ടോ? അതിനകത്ത് കെട്ടി അത് പോകുന്നു. ചത്തു പോകുന്നത് പെട്ടെന്ന് ചത്തു. ഇപ്പൊ തന്നെ ചത്തു പോകുന്നത്. ആ മറ്റേ തന്നെ ഇല്ലല്ലോ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തി കേട്ടോ. ഇരുട്ടായി, കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. മൊത്തം ഇരുട്ടായി പോയാൽ നമ്മളൊക്കെ എന്തായാലും നമുക്കിന്ന് കിട്ടിയ മീനൊന്ന് നോക്കി നോക്കുക കേട്ടോ. മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൂക്കി നോക്കിയിട്ട് വേണം നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഒരു 4.5 കിലോ
4.5 കിലോ മീൻ ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് താഴേക്ക് ഇട്ടിട്ടേ നമ്മളെ എല്ലാവർക്കും കൂടെ ഒന്ന് വിരിച്ചെടുക്കണം. നമ്മൾ 3 പേരുണ്ടല്ലോ, ഒന്ന് വിരിച്ചെടുക്കണം. താഴേക്ക് തിരിഞ്ഞു കേട്ടോ മോനെ, വീഡിയോ എടുത്തോ. അപ്പോൾ ചങ്ങന്മാരെ മീനെ കണ്ടോ, ഇന്ന് വന്നിട്ട് കിട്ടിയ മീനാണ് കേട്ടോ. ചാക്ക് വരെ തുറങ്ങി കൊണ്ടുപോകുന്ന സമയത്ത് കാലെ കുത്തി കയറാണ്ടിരുന്നാൽ മതി, തന്നില്ലയ്യ. ഓക്കെ, അതെ ഇത്രയും മീനാട്ടോ നമുക്കിന്ന് കിട്ടിയേക്കണേ. കണ്ടോ, ഇന്നത്തെ ചൂണ്ടയിൽ മൊത്തം കൂരിയൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ നമ്മൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.